നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ടെർബോ വാഹനങ്ങൾ, അതായത് പണ്ടൊക്കെ നമുക്കറിയാം ടെർബോ വാഹനം ഡീസലിൻ്റെ മാത്രം ഒരു കുത്തകയായിരുന്നു. അതായത് ടെർബോ ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഡീസലിൽ തന്നെയായിരുന്നു. പെട്രോൾ വാഹനങ്ങളിൽ വന്നുകൊണ്ടിരുന്ന സൂപ്പർ ചാർജേഴ്സ് ആയിരുന്നു. ഇപ്പോൾ സൂപ്പർ ചാർജേഴ്സ് എന്നുള്ളൊരു പേര് നമ്മൾ കേൾക്കാറില്ല. പെട്രോളിലും നമ്മൾ ടെർബോ തന്നെയാണ് കേൾക്കുന്നത്. അതായത് ടെർബോ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ടെർബോ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻടേക്കിലോട്ട് എയറിനെ അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ എയറിനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ടെർബോ എന്ന് പറയുന്നത്. അതായത് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ മനുഷ്യനെ ഓടുകയാണ്. നല്ല സ്പീഡിൽ ഓടുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് നമ്മൾ അണയ്ക്കും. അതായത് ഒരുപാട് ഓക്സിജൻ അല്ലെങ്കിൽ എയറിനകത്തോട്ട് നമ്മൾ വലിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മൾ അതുപോലെ മീൻസ് എന്താ പറയുന്നത്, കിതയ്ക്കുക അല്ലെങ്കിൽ അണയ്ക്കുക എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമുക്ക് ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ തന്നിട്ട് നല്ല പ്രഷറായിട്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ട് നമ്മൾ ചിലപ്പം കുറച്ചുകൂടെ സ്പീഡിൽ ഓടും. ഈ സെയിം പ്രക്രിയ തന്നെയാണ് ഒരു ടെർബോ അവിടെ ചെയ്യുന്നത്. അതായത് ഒരു ഡീസൽ വാഹനത്തിൽ എയർ ഇൻടേക്കിനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്രഷർ കൂട്ടി അകത്തോട്ട് ഇൻടേക്കിലോട്ട് കൊടുക്കുക എന്നുള്ള രീതി തന്നെയാണ് പെട്രോൾ വാഹനത്തിലും ചെയ്യുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ടെർബോ എല്ലാവർക്കും അടിച്ചേൽപ്പിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇത് ചോദിച്ചിരിക്കുന്നത് പ്രണവ് JS ആണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പം ഈ ടെർബോ എന്ന് പറയുന്ന സാധനം അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് പോലെ പല മാനുഫാക്ചറും വേരിയൻസ് സെറ്റ് ആക്കുന്നത്. പുതിയ സോണറ്റ് ആണ് ഒരു എക്സാമ്പിൾ. 1.2 ആണ് എൻജിന് ഓട്ടോമാറ്റിക് ഇല്ല. ഓട്ടോമാറ്റിക് ഓർ IMT വേണമെങ്കിൽ ടെർബോ എടുക്കണം. ഈ ടെർബോ ഒരു കൊച്ചു എൻജിനെ തല്ലി പഴുപ്പിച്ച് പവർ എടുത്ത് എന്തിനാ അങ്ങനെ പവർ കൂട്ടുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലം മാറി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കാലം മാറി, കാലത്തിനനുസരിച്ച് നമ്മളും കുറേയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം പെട്രോൾ വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ഡീസൽ വാഹനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഫൈനലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇനി ഡീസൽ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഡീസൽ എൻജിൻസ് പൊതുവേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. പല മാനുഫാക്ചേഴ്സും ഡീസൽ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്കറിയാവുന്ന പോലെ മാരുതിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പെട്രോളും ഹൈബ്രിഡും. ഇലക്ട്രിക്കൽ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൻ്റെ ഒരു കാലമായി വരുന്നതേ ഉള്ളൂ. മോഡലിനെ വരത്തില്ലെന്നല്ല, പക്ഷേ ആ ഒരു കാലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചർ വരാനുള്ളൊരു സമയമായിട്ടില്ല. കാരണം എല്ലായിടത്തും ഈ പറയുന്ന പോലെ ഒരു ചാർജിങ് സ്റ്റേഷൻസ് വന്നു തുടങ്ങിയിട്ടില്ല. അത് വരുമ്പോൾ എല്ലാവരും ഇനി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് EVയിലോട്ട് തന്നെയായിരിക്കും. ഒരിക്കലും ഇനിയിപ്പം പഴയ IC എൻജിൻസും കാര്യങ്ങളൊക്കെ നിന്ന് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലോട്ട് വരാം. എന്തുകൊണ്ട് ചെറിയ എൻജിനിൽ ഇത് കൊടുക്കുന്നു? ചെറിയ എൻജിനിൽ കൊടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും പവറാണ് വേണ്ടത്. കാരണം കാല് കൊടുത്താൽ വാഹനം 100 കയറണം എന്നുള്ള ചിന്താഗതിക്കാരാണ് കൂടുതലും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മാനുഫാക്ചേഴ്സ് ആ ഒരു രീതിയാണ് നോക്കുന്നത്. മാക്സിമം എൻജിൻ സൈസ് ചെറുതാക്കുക, പവർ ഔട്ട്പുട്ട് കൂടുതൽ എടുക്കുക, മൈലേജ് കൂട്ടുക. ഈ ഒരു 3 സ്റ്റേജുകളാണ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത്. കാരണം വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം വാഹനം എങ്ങനെയുണ്ട്, നല്ല വാഹനം. രണ്ടാമത്തെ ചോദ്യം പൊതുവെ എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, മൈലേജ് എത്ര കിട്ടുന്നുണ്ട്. അവിടെ പോയി പല വാഹനങ്ങളും. എന്നാൽ അതേ സ്ഥാനത്ത് സേഫ്റ്റിയുടെ കാര്യം മൂന്നാമതേ വരത്തുള്ളൂ. കാരണം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡാണ് സേഫ്റ്റിയുടെ സാധനം പോകുന്നത്. സെക്കൻഡ് മൈലേജ് തന്നെ ചോദിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയ വാഹനങ്ങൾക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതല്ല. ശരിക്കും അങ്ങനെ വരുന്നുള്ളതുകൊണ്ട് വേറെ എഞ്ചിൻ സംബന്ധമായിട്ട് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ആ കാര്യം നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ പ്രൈസ് വൈസ് വെച്ച് വരുന്ന സമയത്ത് കുറച്ച് പ്രൈസ് കൂടും ടെർബോയും കൂടെ വരുന്ന സമയത്ത്. കാരണം ടെർബോ വരുന്ന സമയത്ത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരേണ്ടി വരും. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന സമയത്ത് ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അതിൻ്റെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലി ആയിരിക്കും. മെയിൻ്റെനൻസ് ഭാഗം വരുമ്പോഴും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും.